രചനാ ബുക്സ് പ്രസിദ്ധീകരിച്ച ശ്രീ സി ദിവാകരൻ രചിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ കമ്മ്യൂണിസ്റ്റ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട സദസ്സിന് സ്വാഗതം ആശംസിക്കുക എന്ന വളരെ ഔപചാരികമായൊരു കർത്തവ്യമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. ഈ സ്വാഗത പ്രസംഗകരെല്ലാവരും വളരെ ഔചിത്യം പാലിക്കണമെന്നുള്ളത് ഒരു 100 വർഷം മുമ്പ് ഇ.വി. കൃഷ്ണപിള്ള പറഞ്ഞതാണ്. പക്ഷേ ഈ ഔചിത്യബോധം ആദ്യമായി പ്രദർശിപ്പിച്ച് കാണുന്നത് ഇവിടെയാണ്, ഈ നമ്മുടെ പുസ്തകോത്സവ വേദികളിലാണ്. കാരണം സമയപരിമിതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാധനത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരും ഔചിത്യം പാലിച്ചു പോകും. ഞാനതുകൊണ്ട് ഔപചാരികമായി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. രചനാ ബുക്സിന് വേണ്ടി ഈ പുസ്തകത്തിൻ്റെ ചർച്ച ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട എം.എ. ബേബിയാണ്. ഞാൻ സ്നേഹാദരപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സംസാരിക്കുന്നത് ശ്രീ രാജാജി മാത്യു തോമസാണ്. അദ്ദേഹം ജനീയത്തിൻ്റെ പത്രാധിപർ എന്ന നിലയിലും മുൻ MLA എന്ന നിലയിലും മറ്റും നമുക്കെല്ലാവർക്കും ചില പരിചിതനാണ്. അദ്ദേഹത്തെയും ഞാൻ സ്നേഹപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ വള്ളിക്കാവ് മോഹൻദാസ് ഈ പുസ്തകത്തിൻ്റെ പ്രസാധന സംഘത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അദ്ദേഹത്തെ ഞാൻ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് പ്രൊഫസർ M. ചന്ദ്രബാബു. അദ്ദേഹത്തെ ഔപചാരികമായി സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു വാചകം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിൻവാങ്ങിക്കൊള്ളാം. ഈ പുസ്തകം കഴിഞ്ഞ നവംബർ മാസത്തിൻ്റെ മധ്യത്തിലാണ് ആലപ്പുഴ ജില്ലാ ലൈബ്രറി കൗൺസിൽ പുസ്തകോത്സവ വേദിയിൽ വെച്ച് റിലീസ് ചെയ്യപ്പെട്ടത്. അതൊരു വലിയ സദസ്സായിരുന്നു. ആ പുസ്തകം റിലീസ് ചെയ്തത് നമ്മുടെ മുൻമന്ത്രി ശ്രീ G. സുധാകരനായിരുന്നു. പുസ്തകം ഏറ്റുവാങ്ങിയത് CPIയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സൗ ആഞ്ചലോസ് ആയിരുന്നു. വളരെ കൗതുകകരമായ ചർച്ചകൾക്ക് ഒരു അവസരം നൽകിയ ഒരു പ്രസംഗമാണ് അന്ന് പുസ്തകം റിലീസ് ചെയ്തുകൊണ്ട് ശ്രീ G. സുധാകരൻ നടത്തിയത്. അതിൻ്റെ തുടർച്ചയായി ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച കേരളമെമ്പാടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും ഉള്ളിൽ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ താല്പര്യം. അതിലെ ഏറ്റവും ഗൗരവതരമായ ഒരു വേദി ലഭ്യമായി നമ്മുടെ ഈ പുസ്തകോത്സവത്തോട്, നിയമസഭയുടെ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് അതിലുള്ള സന്തോഷം ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നു. ഈ ചടങ്ങിൽ ഗ്രന്ഥകർത്താവ് എന്ന നിലയിൽ ശ്രീ സി ഉടി അദ്ദേഹത്തിൻ്റേതായ അഭിപ്രായങ്ങൾ മറുമൊഴി രൂപത്തിൽ അവതരിപ്പിക്കും. അദ്ദേഹത്തെയും ഔപചാരികമായി ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ഈ പ്രൗഢസദസ്സിൻ്റെ ഭാഗമായി എത്തിയുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അവശേഷിക്കുന്ന സമയം കാണിക്കുന്ന സമയമാപിനി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റാമുഖങ്ങൾ കൂടാതെ എന്നിൽ അർപ്പിതമായിരിക്കുന്ന ചുമതലയിലേക്ക് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നതിലേക്ക് ഞാൻ കടക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചും ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നീതിപൂർവകമായൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പോരാട്ടങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കൃതികൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മലയാളത്തിലുണ്ട്. അതിൽ ഒരുപക്ഷെ ഇപ്പോൾ പരാമർശിക്കാവുന്നത് കാക്കനാടൻ്റെ ഉഷ്ണമേഖല ആണ് എന്ന് തോന്നുന്നു. വിദേശ ഭാഷകളിലുണ്ടായിട്ടുണ്ട്. അതിൽ ജോർജ് ഓർവെലിൻ്റെ അനിമൽ ഫോമാണ് സോവിയറ്റ് യൂണിയൻ്റെ അനുഭവങ്ങളെ, അവിടെ നടപ്പാക്കാൻ ശ്രമിച്ച സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ നിശിതമായി വിമർശിക്കുന്ന ഒരു രചനയാണ് അനിമൽ ഫോം. നട്ടുച്ചയ്ക്കിരുട്ട് പോലുള്ള വേറെ കൃതികളുണ്ട്. ഈ ജനിസിൽ സിയുടെ കമ്മ്യൂണിസ്റ്റ് എന്ന് തന്നെ നാമകരണം ചെയ്തിട്ടുള്ള ഈ പുസ്തകം, ആ പുസ്തകത്തെ രണ്ട് നിലയിൽ സ്വാഭാവികമായി നോക്കിക്കാണേണ്ടി വരും. ഒന്ന്, നോവൽ എന്ന
സാഹിത്യ രൂപത്തിൽ കമ്മ്യൂണിസ്റ്റ് എന്ന സിയുടെ ഈ നോവൽ നടത്തുന്ന ഇടപെടൽ എന്താണ്, അതിൻ്റെ ശില്പരൂപവുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരു പരിശോധനയ്ക്ക് സാധ്യതയുണ്ട്. രണ്ട്, അതിൻ്റെ ആകെ ഉള്ളടക്കമാണ്. ഈ നോവലിലൂടെ എന്താണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റുകാരുടെ സാമൂഹ്യമായ ഇടപെടലിനെക്കുറിച്ചും സി നടത്തുന്ന നിരീക്ഷണങ്ങൾ. ഈ രണ്ട് രൂപത്തിൽ ഇത് നോക്കിക്കാണേണ്ടതുണ്ട്. അവസാനമായി വരുന്ന ചോദ്യം, ഈ പ്രസ്ഥാനത്തിനൊരു ഭാവിയുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒന്ന്, ആദ്യം തന്നെ ഞാൻ സിയെ അനുമോദിക്കുകയാണ്. നോവൽ എന്ന് പറയുന്ന ഈ സാഹിത്യ രൂപത്തെ സംബന്ധിച്ചുള്ള നിർവചനങ്ങൾ, സാമാന്യ ധാരണകൾ, അതിന് നേരെ ഒരു ആക്രമണമാണ് സി നടത്തിയിരിക്കുന്നത്. നോവൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. നോവൽ സ്വരൂപം എന്ന പുസ്തകമുണ്ട്, നോവൽ സിദ്ധിയും സാധനയും എന്ന പുസ്തകമുണ്ട്. കെ സുരേന്ദ്രനും പി കെ ബാലകൃഷ്ണനൊക്കെ എഴുതിയ പുസ്തകങ്ങളാണ്. ഇതൊക്കെ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. എന്നാൽ നോവൽ എന്ന സാഹിത്യ രൂപത്തിൻ്റെ ഒരു പ്രത്യേകത, ആ സാഹിത്യ രൂപത്തെ നിർവചിച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള അതിൻ്റെ ചട്ടവട്ടങ്ങൾ, അതിനെ സാഹസികമായി വെല്ലുവിളിക്കാൻ നോവൽ എഴുതുന്നവർക്ക് അവകാശമുണ്ട്. അത് ആ നോവൽ എന്നുള്ള പേരിൽ തന്നെയുണ്ട്. നോവൽറ്റി എന്ന അർത്ഥത്തിൽ, പുതിയത് എന്ന അർത്ഥത്തിൽ. ഇംഗ്ലീഷിലുള്ള നോവൽ എന്നുള്ള ആ പദത്തിന് ഒരു മലയാളി അർത്ഥം അന്വേഷിക്കുമ്പോൾ ഈ പുതുമ എന്നുള്ളത് കൊണ്ട്, പിന്നെ നിനക്ക് നൊന്തോ എന്ന് ചോദിക്കുമ്പോഴുള്ള നോവ് അതുകൊണ്ട്, ഇപ്പം മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും നോവ്, അതാണ് നോവലിൽ ആവിഷ്കരിക്കാവുന്നത്. അത് നോവലായിരിക്കണം, നവ്യമായിരിക്കണം. ആ അർത്ഥത്തിൽ നോവലിൻ്റെ ചട്ടക്കൂടുകളെ പൊളിച്ചു കളയുന്ന ഒരു നോവലാണ് സി എഴുതിയിരിക്കുന്നത്. ആ നിലയിൽ മലയാളത്തിലെ സാഹിത്യ രൂപകന്മാർ ഈ നോവലിനെ വിലയിരുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കേരളത്തിൻ്റെതായ ചരിത്രം, രാജവാഴ്ചയുടെ കാലത്ത് രാജാക്കന്മാരെ ആശ്രയിച്ച് രാജാക്കന്മാർക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്ന കുത്തകക്കാർ, ആ ഒരു കുത്തകക്കാരൻ ആണ് ഇതിലെ ഒരു കഥാപാത്രം മാധവൻ. ഇതിലെ നായകൻ എന്ന് പറയാവുന്ന നരേന്ദ്രൻ്റെ അച്ഛനാണ് മാധവൻ. കമ്മ്യൂണിസ്റ്റായി വളരുന്ന നരേന്ദ്രൻ സ്വന്തം അച്ഛനെയും അച്ഛൻ താങ്ങി നിർത്തുന്ന രാജവാഴ്ചയെ സംരക്ഷിക്കുന്ന നയത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ നോവലിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നത്. നരേന്ദ്രൻ്റെ ആത്മസുഹൃത്ത് ശിവനും നരേന്ദ്രനും തമ്മിലുള്ള ബന്ധം ഒരു ഘട്ടത്തിൽ അത് സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. ഒരു ഭൂപ്രഭു കുടുംബത്തിൽ ജനിച്ചു എന്ന് കരുതാവുന്ന നരേന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് സർവ്വതും പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച് പ്രവർത്തിക്കുന്നു. ശിവൻ കൂട്ടുകാരനായിട്ടുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നരേന്ദ്രൻ ഉണ്ടാവുകയാണ്. നരേന്ദ്രൻ്റെ പാർട്ടി ജയിക്കുന്നു. പക്ഷേ ആ പാർട്ടിയുടെ ജയത്തെ നയിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട ആൾ എന്ന് കരുതിയിരുന്ന നരേന്ദ്രൻ തോൽക്കുന്നു. കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ അനുഭവങ്ങളുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നോവലിസ്റ്റ് തന്നെയാണ് അത് സംബന്ധിച്ച് ഉത്തരം നൽകേണ്ടത്. എന്നാൽ മത്സരരംഗത്ത് നിന്ന് തന്നെ മാറി നിന്ന ശിവനാണോ പാർട്ടി ജയിച്ചിട്ട് നരേന്ദ്രൻ തോൽക്കുന്ന സാഹചര്യത്തിന് കാരണക്കാരൻ എന്ന ചോദ്യം ഈ നോവലിൽ വരികയാണ്. അതിനേക്കാളും ഈ നോവലിലെ വലിയ ഒരു പ്രതിസന്ധിയുടെ മുഹൂർത്തം രൂപം കൊള്ളുന്നത് നരേന്ദ്രൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അവസാന നിമിഷം അച്ഛൻ്റെ സമീപത്തുണ്ടാകാൻ നരേന്ദ്രന് അവസരമുണ്ടായില്ല. അതിന് കാരണക്കാരൻ നരേന്ദ്രൻ്റെ അച്ഛൻ അത്യാസന്ന നിലയിലാണ്. നരേന്ദ്രൻ എവിടെ ഉണ്ടെങ്കിലും അറിയിച്ച് ഉടനെ ഓടിയെത്താൻ വേണ്ട നിർദ്ദേശം കൊടുക്കണമെന്ന് പാർട്ടി ഓഫീസിൽ അറിയിച്ചു.
പാർട്ടി ഓഫീസിലെ സകലതിൻ്റെയും നിയന്ത്രണം കയ്യിലുള്ള ശിവനാണോ ഈ കാര്യം നരേന്ദ്രന് അറിയിപ്പ് കൊടുക്കാതിരുന്നത് എന്നുള്ള സംശയം ഈ നോവലിലെ ഉദ്വേഗജനകമായ സംഭവ പരമ്പരകളുടെ ഒരു പ്രത്യേക ഘട്ടമാണ്. ബോധധാരാ സങ്കേതം, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന രചനാ സങ്കേതം സഖാവ് സി ദിവാകരൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് സമയം പരിമിതി നിമിത്തവും മറ്റ് കാരണങ്ങളാലും ഞാൻ പോകുന്നില്ല. ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ ഇതെന്തായാലും ഒന്ന് വാങ്ങി വായിച്ചു നോക്കണമെന്ന് നിങ്ങൾ പലർക്കും തോന്നിയിട്ടുണ്ടാവും. കാര്യം ഇതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച് ഞാൻ പറഞ്ഞിടത്തോളം കാര്യം. അപ്പോൾ ഈ നോവൽ വ്യാപകമായി വാചിക്കപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ചർച്ച ചെയ്യപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി കമ്മ്യൂണിസത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഉയരുന്ന ഈ നോവൽ ഉയർത്തുന്ന ചോദ്യങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പാടില്ലാത്ത തരത്തിലുള്ള അപജയങ്ങൾ അവിടെ ഇവിടെയും ഉണ്ടാകുന്നുണ്ടോ? ആ അപജയങ്ങളെ തിരുത്താനുള്ള സാഹചര്യമുണ്ടോ, സംവിധാനമുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പരമാചാര്യന്മാർ എന്നാരെങ്കിലും വിശേഷിപ്പിക്കാമെങ്കിൽ അവർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇത് മനുഷ്യരുടെ സംഘടനയാണ്, മനുഷ്യരുടെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ചൂഷണ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ചൂഷണ വ്യവസ്ഥയെ മാറ്റാൻ കമ്മ്യൂണിസ്റ്റുകാർ പരിശ്രമിക്കുന്നത്. അപ്പോൾ ചൂഷണ വ്യവസ്ഥയുടെ സ്വാധീനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരിൽ ഉണ്ടാവും. അതിനെ നിരന്തരം ജാഗ്രതയോടുകൂടി പൊരുതി അത്തരം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും നിന്ദിതരും പീഡിതരുമായ സാധാരണക്കാർക്കും അനുയോജ്യമല്ലാത്ത പ്രവണതകൾ പാർട്ടിയിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വ്യക്തികളിലോ സ്വാഭാവികമായി കടന്നുകൂടും. അതിന് അന്ത്യം കുറിക്കാനുള്ള പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടക്കുന്നുണ്ടോ? അത് നടക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അത് നടക്കുന്നതിൽ ലോപമുണ്ടായാലും പ്രശ്നം വരും. ഇപ്പോൾ റെക്ടിഫിക്കേഷൻ, തെറ്റുതിരുത്തൽ എന്ന് പറയുന്നത് എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചർച്ച ചെയ്യുന്നതും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും നടപ്പാക്കാൻ ശ്രമിക്കുന്നതുമായൊരു കാര്യമാണ്. പക്ഷേ അത് തത്വത്തിൽ മാത്രമേ ഉള്ളൂ, പ്രയോഗത്തിൽ വരാതെ പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉഷ്ണമേഖല ഉന്നയിച്ചിട്ടുള്ളത്. സഖാവ് സിയും കമ്മ്യൂണിസ്റ്റ് എന്ന ഈ നോവലിൽ ഇത്തരം വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആത്യന്തികമായ വിജയ സാധ്യതയെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട്? നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്താ? സാംസ്കാരികമായ അടിസ്ഥാനം എന്താ? നമ്മൾ പരസ്പരം ബഹുമാനിക്കണം. തുല്യത. ഈ തുല്യത എന്ന് പറയുന്നത് സംസ്കാര സമ്പന്നനായ ജീവിയുടെ, മനുഷ്യനും ഒരു ജീവി മാത്രമാണ്, അനന്തകോടി ജീവപരമ്പരകൾക്കിടയിലുള്ളതാണ്. ചില ജീവികളൊന്നും നമ്മളെ ബുദ്ധിമുട്ടിച്ച് കളയും. കോവിഡ് പരത്തുന്നത് ഒരു സൂക്ഷ്മജീവിയാണ്, അല്ലേ? ശാസ്ത്രജ്ഞരിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പം അങ്ങനെയുള്ള കാണാവുന്നതും കാണാൻ പറ്റാത്തതുമായ അനന്തകോടി ജീവജാലങ്ങൾക്കിടയിൽ ഒരു ജീവിയായ മനുഷ്യൻ, അവൻ പരസ്പര ബന്ധത്തിൽ ചില തത്വങ്ങളൊക്കെ വികസിപ്പിച്ചു കൊണ്ടുവന്നു. നമ്മൾ തുല്യരായിരിക്കണം, നമ്മൾ പരസ്പരം ബഹുമാനിക്കണം. എന്നെ ബഹുമാനിക്കണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ മറ്റുള്ളവരെ ബഹുമാനിക്കണം. അപ്പോൾ തുല്യത സംബന്ധിച്ച ബോധം, അത് ഓണത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം അതാണ്. വൈലോപ്പിള്ളി 4 വരിയിൽ ഈ തുല്യതയെ സംബന്ധിച്ച ഓണസങ്കല്പം ലോകത്തെ എല്ലാ സംസ്കൃതികളിലും ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓണപ്പാട്ടുകാരിൽ പല ദേശത്തിൽ പല വേഷത്തിൽ പല പല ഭാഷയിൽ നമ്മൾ കഥിപ്പു, പാരിതിലാദിയിൽ ഉദയം കൊണ്ട് പൊലിഞ്ഞൊരു പൊന്നോണത്തിൻ ചരിതം. ഓണം ഒരു ഐതിഹ്യമാണ്. പക്ഷേ ചരിത്രപൂർവ്വ കാലഘട്ടത്തിൽ മനുഷ്യർ തുല്യരായി ഗോത്രജീവിതം നയിച്ചപ്പോൾ വേട്ടയാടി ഉള്ളത് പങ്കുവെച്ച് അങ്ങനെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ലോകം പണ്ടുണ്ടാകാമായിരുന്നെങ്കിൽ ഭാവിയിലും അങ്ങനെ ഒരു ലോകം ഉണ്ടാവണം, നമുക്കുണ്ടാക്കാം നമ്മൾ പരിശ്രമിച്ചാൽ. ആ ലക്ഷ്യമാണ് മാർക്സും എംഗൽസും പറഞ്ഞത്. അത് സംബന്ധിച്ച് സാങ്കല്പികമായ സങ്കല്പങ്ങളുണ്ടായിരുന്നു. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനെ ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് സങ്കല്പമാക്കാനാണ് മാർക്സും എംഗൽസും ശ്രമിച്ചത്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായി എനിക്ക് തോന്നിയിട്ടുള്ളത്, മാർക്സും എംഗൽസും അതിനുശേഷം ലെനിനും നമ്മൾ നിരന്തരം
നമ്മുടെ നിലപാടുകളെ, നമ്മുടെ സിദ്ധാന്തങ്ങളുടെ, നമ്മുടെ പ്രവർത്തനങ്ങളെ വിമർശനപരമായി പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ സമീർ അമീൻ എന്ന ആധുനിക മാർക്സിസ്റ്റ് ചിന്തകൻ്റെ, അദ്ദേഹം കുറേ ആൾ മുമ്പ് മരിച്ചുപോയി, അദ്ദേഹത്തിന് വളരെ ഈ ആശയം അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത്, മാർക്സിസ്റ്റ് സിദ്ധാന്തം അത് ആവിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നിരന്തരം വിമർശന വിധേയമാക്കണം. എങ്ങനെ? മാർക്സിസ്റ്റ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ വിമർശിച്ചുകൊണ്ടിരിക്കണം. മാർക്സിസ്റ്റ് തിയറി ഷുഡ് ബി സബ്ജക്റ്റഡ് ടു മാർക്സിസ്റ്റ് ക്രിട്ടിക് കണ്ടിന്യൂസ്ലി. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ലോപം കാണിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പല ജീർണതകൾ കടന്നുകൂടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ സമത്വപൂർണ്ണമായ സമൂഹം നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാജ്യങ്ങളിൽ കുറവുകളുണ്ടാവും, പോരായ്മകളുണ്ടാവും, വ്യതിയാനങ്ങളുണ്ടാവും. അത് ചില ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതുപോലുള്ള തകർച്ചയായിട്ട് മാറാം. ഇത്തരം ആശയങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് എന്ന നോവൽ എഴുതിയ സഖാവ് സിയെ ഞാൻ അനുമോദിക്കുന്നു. ആ നോവലിലെ ചില ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് പലർക്കും വിമർശനങ്ങളുണ്ടാവും, നമ്മൾ യോജിച്ചുകൊള്ളണമെന്നില്ല. നമ്മളോട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് യോജിക്കാറില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കൃതിയിൽ നമുക്ക് യോജിപ്പില്ലാത്ത ചില ഭാഗങ്ങൾ ഉണ്ടായപ്പോതിൻ്റെ പേരിൽ യാതൊരു പ്രശ്നവുമില്ല. സഖാവ് സി ദിവാകരൻ ഇനിയും നാടകത്തിലും കവിതയിലും മാത്രമേ കൈവെക്കാൻ ബാക്കിയുള്ളൂ. നോവലിസ്റ്റ് വരെയായി, കാവ്യം പാതയിലേക്കും നാടകാന്തം കവിത്വം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ നാടകത്തിൻ്റെ മേഖലയിലേക്കും താമസിയാതെ സി കടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രഭാതിന് പുറമേ രചന, നമ്മുടെ കൊല്ലത്തെ സഖാവ് ഭാസ്കരൻ്റെ രചന പബ്ലിഷേഴ്സ് വളരെ ഗൗരവമുള്ള കുറേ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. റോസ ലക്സംബർഗിനെ കുറിച്ചുള്ളത്, റോസ ലക്സംബർഗിനെ അങ്ങനെ പൈപ്പ് ലൈനിലുണ്ട് പല പ്രധാനപ്പെട്ട പുസ്തകങ്ങളും. അപ്പോൾ പ്രസാധകരെയും എഴുത്തുകാരനെയും അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. രാജാജി മാത്യു തോമസ്. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, ഞാൻ ദീർഘമായിട്ടുള്ള ഒരു നിരൂപണത്തിനൊന്നും കിടക്കുന്നില്ല. ഞാൻ ഇന്നാണ് വായിച്ചു തീർത്തത്, നോവൽ ഇന്നാണ് വായിച്ചു തീർത്തത്. സഖാവ് സി ദിവാകരൻ ഒരു നോവൽ എഴുതുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഒരു മാസം മുമ്പാണ് എന്നോട് പറഞ്ഞത്, ഫോൺ ചെയ്ത് പറഞ്ഞൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്, അതിൻ്റെ ചർച്ച ഇവിടെ നടക്കും. അപ്പോൾ ഞാനിതിൻ്റെ പ്രസാധനം നടന്നത് ആലപ്പുഴ വെച്ച് നടന്നതിനെക്കുറിച്ച് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചത് ഒരു 60 വർഷത്തിലേറെയായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും രാഷ്ട്രീയവുമായിട്ട് ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരു നോവൽ എഴുതും എന്നെനിക്ക് തീരെ പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് പതിവ് പോലെ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും അദ്ദേഹം എഴുതുക, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിശകലനത്തിനായിരിക്കും അദ്ദേഹം മുതിരുക എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പുസ്തകം എത്തിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഈ അടുത്ത ദിവസമാണ് പുസ്തകം എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് പുസ്തകം എത്തിയത് 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ഇന്നാണ് എനിക്കത് വായിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ പുറംചട്ടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരമ്പരാഗതമായിട്ടുള്ള ഒരു നോവൽ സങ്കല്പത്തിന് ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പുസ്തകമല്ല ഇതെന്ന് അതിൻ്റെ പ്രസാധകർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളതാണെന്ന് പ്രസാധകർ തന്നെ അഭിപ്രായപ്പെട്ട പുസ്തകം വായിച്ചു. ഇവിടെ ബേബി സൂചിപ്പിച്ച തരത്തിലുള്ള പല മൗലികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യച്യുതി എന്നൊക്കെ ആൾക്കാർക്ക് പറയാവുന്ന പലതരത്തിലുള്ള വികാസങ്ങളെക്കുറിച്ചും ഒക്കെ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. എന്നുമാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ആശയങ്ങളെക്കുറിച്ചുള്ളൊരു സംവാദത്തിന് തന്നെ അതിലെ എനിക്ക് തോന്നുന്നൊരു 3/2 ഭാഗം അത്തരമൊരു സംവാദത്തിന് വേണ്ടി തന്നെയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പുസ്തകം വായിച്ചിട്ട് എനിക്ക് തോന്നിയത് നോവലിനെ കുറിച്ചൊന്നും ഒരു
വിശകലനം നടത്താനോ നിരൂപണം നടത്താനോ പ്രാപ്തനായിട്ടുള്ള ഒരാളല്ല ഞാൻ. നല്ലൊരു ആസ്വാദകനാണ് എന്ന് പോലും എനിക്ക് സ്വയം ബോധ്യമില്ല. എങ്കിലും ഇത് വായിച്ചു കഴിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഇതൊരു നോവലിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. പക്ഷേ അതിന് വലിയ സാധ്യതകളുണ്ട്. അതിൻ്റെ കഥാതന്തു ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്കുള്ള സാധ്യത ഒരുക്കുന്നുണ്ട്. ഒരു ആധുനിക സിനിമയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു കലാചിത്രത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ നന്നായി കൊമേഴ്സ്യലായിട്ട് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ചലച്ചിത്ര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളൊരു കഥാതന്തു അതിലുണ്ട്. ഞാൻ സഖാവ് സി ദിവാകരനോട് അഭ്യർത്ഥിക്കുക, അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് അത്തരമൊരു സിനിമ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് കൂടി, ബേബി നാടകത്തെക്കുറിച്ച് കവിതയെക്കുറിച്ചും പറഞ്ഞു. ഞാനൊരു പടി കൂടി കടന്നിട്ട് ഒരു സിനിമ തന്നെ നിർമ്മിക്കുന്നതിനെക്കുറിച്ച്, കാരണം വായനയൊക്കെ കുറഞ്ഞു വരികയാണല്ലോ, ആൾക്കാർക്ക് ഏറ്റവും താല്പര്യമുള്ളത് ഇപ്പോൾ ദൃശ്യ കലാരൂപങ്ങളാണ്, പ്രത്യേകിച്ചും സിനിമ പോലുള്ള സംഭവങ്ങളാണ്. അതിന് ഒരു ഫോർമുല സിനിമയുടെ എല്ലാ എലമെൻറ്റുകളും എല്ലാ ഘടകങ്ങളും അതിനകത്ത് ഒരു നല്ല സിനിമ നിർമ്മാതാവും ഒരു സംവിധായകനും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും വിചാരിച്ചു കഴിഞ്ഞാൽ വികസിപ്പിച്ചെടുക്കാവുന്ന ഒരു സംവിധാനമുണ്ട്. ആ ദിശയിൽ കൂടെ ചിന്തിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഗ്രന്ഥകാരനോടും അദ്ദേഹത്തോട് ബന്ധമുള്ള ആൾക്കാരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഒരു നല്ല പരീക്ഷണമല്ല, നല്ല കൊമേഴ്സ്യലി വിജയകരമായിട്ടുള്ളൊരു സംവിധാനമാക്കിയിട്ട് മാറ്റാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏറെ ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരാൾ 80ാമത്തെ വയസ്സിൽ നോവൽ എഴുതുക എന്ന് പറയുന്നത് തന്നെ ഒരു സവിശേഷമായിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പം പ്രായം നോക്കി, എനിക്ക് കൃത്യമായിട്ട് CD-യുടെ പ്രായം എത്രയാണെന്ന് അറിയില്ല. അത് കാരണം ഞാൻ നെറ്റിൽ പരിശോധിച്ചപ്പോൾ അപ്പോൾ 80ാമത്തെ വയസ്സിലൊരു വലിയ സാഹസിക പ്രവർത്തനത്തിനാണ് CD മുതിർന്നത്. തീർച്ചയായിട്ടും ഈ 80ാമത്തെ വയസ്സിലൊരു സിനിമ കൂടി നിർമ്മിക്കുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. മുൻമന്ത്രി ശ്രീ സി ദിവാകരൻ രചിച്ച ഏറ്റവും പുതിയ അദ്ദേഹത്തിൻ്റെ കൃതിയെ അവലംബിച്ച് വളരെ പ്രൗഢോജ്വലമായ 2 നിരീക്ഷണങ്ങളാണ് നമ്മളിവിടെ കേട്ടത്. നിശ്ചയമായും നോവലിൻ്റെ അകക്കാമ്പിലേക്ക് കടന്ന് ആ കൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവിടെ 2 പേരും നമ്മളുമായി പങ്കുവെച്ച് കഴിഞ്ഞു. ഇനി ബാക്കി അവശേഷിക്കുന്നത് നോവലിൻ്റെ മറ്റ് ഘടകങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഈ നോവലിന് ഏറ്റവും പ്രസാദകൃതൻ ഇത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതൊരു പ്രത്യയശാസ്ത്ര നോവലാണെന്നാണ്. മലയാളത്തിൽ ഒരു നോവലിലും ഇത്രയധികം രാഷ്ട്രീയ വിഷയങ്ങൾ, പ്രത്യയശാസ്ത്രമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നത്, ചർച്ച ചെയ്തിരുന്നില്ല എന്നത് ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നു. നോവലിൽ അങ്ങനെ ആകാമോ എന്ന് ചോദിച്ചാൽ നോവലിൽ എന്താണ് ആകാത്തത് എന്ന മറു ചോദ്യം നിൽക്കുകയാണ്. ലോകത്തിൽ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ നോവൽ എന്ന തരത്തിൽ നമ്മൾ ആദ്യം വായിച്ചെടുത്ത കൃതി പാമില എന്ന് പറഞ്ഞ കൃതി വളരെ വ്യത്യസ്തമായ കൃതിയായിരുന്നു. പിൽക്കാലത്ത് നമ്മൾ വായിച്ചിട്ടുള്ള നോവലുകളുടെ ഒന്നും സ്വഭാവമേ ആയിരുന്നില്ല. അത് കത്തുകളായിരുന്നു. അതിനകത്ത് കൂടുതലും കത്തുകളാണ്. ഒരു വീട്ടുവേലക്കാരി അവിടുത്തെ വീട്ടിലെ പ്രധാന മുതലാളിയുടെ മകനുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ആ വിഷയങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള കത്തുകളുടെ കളക്ഷൻ പോലെയാണ് പാമില വരുന്നത്. അപ്പോൾ ആ തരത്തിൽ നോവലുകൾ ധാരാളം പരീക്ഷണങ്ങൾ പലതരത്തിലും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം നടത്തുന്നത് പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചർച്ചകളിലൂടെ നോവലിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ്. അപ്പോൾ ആദി മധ്യാന്ത പൊരുത്തമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു നോവൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ബാക്കിയെല്ലാം
ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ ചർച്ചകൾ നടക്കുന്നതിന് വേണ്ടിയുള്ള സഹായിക്കുന്നതിന് വേണ്ടി ഘടകങ്ങളെ അദ്ദേഹം ചേർത്ത് വെച്ചിരിക്കുകയാണ്. കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിലും അത് വളരെ പ്രകടമാണ്. ഒരു വളരെ യാഥാസ്ഥിതികമായ ഒരു സാഹചര്യത്തിൽ നിന്ന്, സമ്പന്നമായ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വരികയും പിന്നീട് ദുരിതം അനുഭവിക്കുകയും കഷ്ടപ്പെടുകയും അതിലൂടെ പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറുകയും അങ്ങനെ പടിപടിയായി വളർന്ന് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുകയും പ്രസ്ഥാനത്തിലുള്ള ആന്തരികമായ പ്രശ്നങ്ങളുടെ ഫലമായിട്ട് പിന്നോട്ട് പോവുകയും ജീവിക്കാൻ യാതൊരു നിർവാഹവുമില്ലാതെ നാട് വിട്ടു പോവുകയും മറ്റൊരു നാട്ടിലെത്തി അവിടെ എത്തിയപ്പോഴും അടിസ്ഥാനപരമായി ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ സാധാരണക്കാരോടൊപ്പം നിൽക്കാനുള്ള പ്രവണത മാറുന്നില്ല. ആ തരത്തിൽ വീണ്ടും അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു, തീരെ പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുന്നു, തൊഴിലാളികളുടെ നേതാവായി മാറുന്നു. വീണ്ടും അവിടെയും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ജനപ്രതിനിധിയായി മാറുകയാണ്. അതാണ് നോവലിൻ്റെ പൊതുവിലുള്ള ഒരു സ്വഭാവം. അതാണ്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതത്തെ ഉടനീളം പിന്തുടരുകയാണ് ഈ നോവൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ നോവൽ എന്തുകൊണ്ടാണ് അദ്ദേഹം നോവലിലേക്ക് പോയത്, അല്ലെങ്കിൽ നോവൽ എന്ന സാഹിത്യ ശാഖയെ എന്തുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ അതിന് നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് ഉത്തരമുണ്ടാവും. കാരണം ഇത്തരം വിഷയങ്ങൾ ലേഖനത്തിലൂടെ പറയുമ്പോൾ നേരിട്ടുള്ളൊരു പറച്ചിലായി മാറും. പക്ഷേ ഒരു ഫിക്ഷനിലൂടെ ആകുമ്പോൾ പറയാനുള്ള സ്വാതന്ത്ര്യം വളരെയധികം അദ്ദേഹത്തിന് ലഭിക്കുമെന്നതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം നോവൽ എന്ന സാഹിത്യ രൂപത്തെ ഉപയോഗപ്പെടുത്തിയത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഈ നോവൽ വായിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു തത്വശാസ്ത്രം ഏതെന്ന് ചോദിച്ചാൽ അത് മാർക്സിസം തന്നെയാണ്. ലോകത്തെമ്പാടും ചർച്ച ചെയ്യുന്ന ഒന്നാണ് മാർക്സിസം. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ള ഇതിലാണെന്ന് വെച്ചാൽ അതും ഈ ഐഡിയോളജി തന്നെയാണ് നിരവധിയായിട്ടുള്ള പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ളത്. ഏറ്റവും അധികം എതിർപ്പ് നേരിട്ടിട്ടുള്ള എന്ത് ഐഡിയോളജിയാണെന്ന് വെച്ചാൽ അതും ഇതുതന്നെയാണ്. ഏറ്റവും വലിയ എതിർപ്പ് നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ നിരന്തരമായ എതിർപ്പ് നേരിടുമ്പോഴും ആ എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരാനുള്ള പ്രവണത ലോകമെമ്പാടും നടക്കുമ്പോൾ അവിടെയാണ് ഈ ഐഡിയോളജിയുടെ നിലനിൽപ്പും കരുത്തും അതാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയധികം അടിച്ചമർത്തിയാലും ഈ ശക്തി ഈ തത്വശാസ്ത്രം അതിശക്തമായി വീണ്ടും തിരിച്ചു വരികയാണ്. നിരവധി സ്ഥലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്ര തകർച്ചയെയും അതിജീവിക്കാനുള്ള അസാധാരണമായ ഒരു ശക്തിവിശേഷം ഈ സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാൻ കഴിയുന്ന ഈ ഐഡിയോളജിക്കുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നോവലിന് കമ്മ്യൂണിസ്റ്റ് എന്ന് തന്നെ പേരിട്ടത് എന്ന് ഞാൻ കരുതുകയാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പേരിട്ടുകൊണ്ട് മലയാളത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ സാഹിത്യ കൃതിയാണ് ഈ സി ദിവാകരൻ്റെ ഈ നോവൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഏതെങ്കിലും ചെറിയ വേറെ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ അന്വേഷണത്തിൽ കമ്മ്യൂണിസ്റ്റ് എന്ന പേരിൽ മലയാളത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ നോവലാണിത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ഒരു അധ്യായം മുഴുവൻ ഈ ഡിസ്കോഴ്സാണ് നടക്കുന്നത്. രണ്ടുപേർ തമ്മിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതങ്ങനെ പലപ്പോഴും നമുക്ക് വളരെ വിരസമായി പോകുമോ എന്ന് തോന്നിയാൽ പോലും ആ വിരസതയെ അതിജീവിച്ചുകൊണ്ട് ഇവരുടെ ജീവിതം കൂടി അതിലേക്ക് കടന്നു വരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലയാള ഭാഷയിൽ വളരെ നല്ല കമാൻഡ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് ആയത്നലളിതമായി വായിച്ചു പോകാവുന്ന ഒരു കൃതിയാക്കി മാറ്റുന്നു. ഒരിക്കലും ഡ്രൈ ആകുന്നില്ല. വിരസത ഉണ്ടാക്കാതെ ഈ കൃതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരമൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ പോലും വിരസത ഉണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായ ഒരു കരുത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യപരമായ ഒരു ശേഷിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രൊഫസർ റോഹിനി കുറുപ്പ് സാറിനെ പോലെയും തിരുനെല്ലൂർ സാറിനെ പോലെയും ഒക്കെയുള്ള വലിയ സാഹിത്യത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർക്ക് മുന്നിലിരുന്ന് പഠിച്ച മലയാളം വിദ്യാർത്ഥിയാണ് അദ്ദേഹം എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അദ്ദേഹം എത്തിയിരുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും മലയാളത്തിലെ എഴുത്തുകാരനായും സാഹിത്യകാരനായും നല്ല അധ്യാപകനായും അദ്ദേഹം മാറുമായിരുന്നു എന്ന കാര്യം നമുക്ക് അറിയുന്നതാണ്. അത് ഈ കൃതിയിലുടനീളം നമുക്കത് ബോധ്യമാകുന്നു. നോവലിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഇനി അവശേഷിക്കുന്നത് 3 മിനിറ്റാണ്. എൻ്റെ പൊന്നേരാരെ ഒരാൾ കൂടി സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ കരുത്തോടെ അദ്ദേഹം കൂടുതൽ രംഗങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നോവലിസ്റ്റ് ശ്രീ സി ദിവാകരൻ നമ്മളോട് പ്രതികരിക്കുന്നു. സന്തോഷം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിത് എന്തിനെഴുതിയെന്ന് എനിക്കറിയില്ല, ഇതെന്തിനു പ്രസിദ്ധീകരിച്ചെന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു ഭയങ്കര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ സന്ദർഭമാണ്. കേരളത്തിൽ ബേബിയെ പോലെ ഒരാൾ, എൻ്റെ അനുജനെ പോലെ, എൻ്റെ സുഹൃത്തിനെ പോലെ, പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അക്ഷര വിരോധിയല്ലാത്ത ഒരാളെ വായിക്കും.
നിയമസഭയിലും മന്ത്രിസഭയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ബേബിയുടെ ജീവിതം തന്നെ വായന, നടന്നും ഇരുന്ന് കിടന്നൊക്കെ വായിക്കാം. പലപ്പോഴും ഞാൻ ആക്ഷേപിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ബേബി എൻ്റെ നോവലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് ആണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലമെന്ന് ഞാൻ, അവാർഡ് എന്ന് ഞാൻ കരുതുന്നു. രാജാജി മാത്യു എൻ്റെ സഹപ്രവർത്തകനെന്ന് ഞാൻ പറയില്ല. അദ്ദേഹം ഇപ്പോഴും പയ്യനാണ്, മൊഴിയൊക്കെ നടിച്ചിരിക്കുന്നത്, ചെറുപ്പക്കാരാണ്, യൂത്താണ്. ഞാൻ നേതാവായിരുന്നപ്പോഴും യൂത്താണ്, ഇപ്പോഴും യൂത്താണ്. രാജാജി മാത്യു ജനകത്തിൻ്റെ ചീഫ് എഡിറ്ററാണ്. ആ നിലയിൽ ജനകത്തിന് തന്നെ ഒരു പുതിയ മുഖം വന്നത് രാജാജി മാത്യു എന്നതിന് ശേഷം. അങ്ങനെയുള്ള എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പത്രാധിപരും കൂടിയായ രാജാജി മാത്യുവിന് ഇത് സിനിമയാക്കണമെന്നുള്ളൊരു മോഹം, അതിന് കിടന്ന മോഹമായി പോയി. എന്നാലും മോഹിക്കുന്നതിന് എന്താ ഒരു തടസ്സം? ഒരു തടസ്സമില്ല. അതും പരിശോധിക്കാമെന്നുള്ള കാര്യമേ ഉള്ളൂ. ഈ കാര്യത്തിൽ എല്ലാവരും കൂടി സഹകരിച്ച്, എനിക്ക് തോന്നുന്നു ഈ നിയമസഭ ഞങ്ങൾക്ക് കൂടിയുള്ളതാണ്, എനിക്കും ബേബിക്കും കൂടിയുള്ള ഈ നിയമസഭ പുസ്തകോത്സവത്തിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൃതി റിലീസ് ചെയ്യുന്നത് ഇവിടെ മാത്രമാണ്. ഇത് ഈ നിയമസഭയുടെ ചരിത്ര സംഭവമായി മാറും എന്നെനിക്കറിയാം. വായനക്കാരൻ ധാരാളം കിട്ടുമെന്ന് എനിക്കറിയാം. ഞാൻ ഇത് സീരിയലൈസ് ചെയ്യാനോ വാരികയെ കൊടുക്കാനൊന്നും ശ്രമിച്ചില്ല. പുസ്തകമാക്കി അതിന് നമ്മുടെ ഭാസ്കരൻ രചന, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരാളാണ്. ഇതൊക്കെ അവരുടെ ഉള്ളിൽ തട്ടിയ കാര്യം. അതാണ് അതൊക്കെ ഭാസ്കരൻ കണ്ട ഉടനെ ഞാൻ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞത്. എല്ലാം ഉള്ളിൽ കിടക്കുകയാണ് അതെല്ലാം. അങ്ങനെ ഒരുപാട് ആളുകളുടെ, മോഹൻദാസിൻ്റെയും ചന്ദ്രബാബുവിൻ്റെ എല്ലാവരുടെയും സഹായങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും എനിക്ക് വളരെ വിശിഷ്ട വ്യക്തികളാണ്. ബേബിയുടെ നിഴലായി ഇപ്പോഴും നടക്കുന്ന നമ്മുടെ ഭാവിച്ചാൽ, അദ്ദേഹം കണ്ട സന്യാസിയെ പോലെ ഇരിക്കുന്നു. ഒന്നാം തരം കമ്മ്യൂണിസ്റ്റാണ്, സന്യാസിയൊന്നുമല്ല. പിന്നെ ബെറ്റി ഞങ്ങളുടെ ഒരു കുടുംബ ബന്ധുവിനെ പോലെയാണ്. എല്ലാവരും കൂടി സന്നിഹിതരായതിൽ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ടൈം ഈസ് അപ്പ്. എങ്കിലും ഔപചാരികമായ നന്ദി പ്രകാശത്തിന് പ്രൊഫസർ ചന്ദ്രബാബുവിനെ ക്ഷണിക്കും. മലയാളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതിയ ഒരു നോവലാണ് കമ്മ്യൂണിസ്റ്റ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നോവലിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. സമയപരിമിതി മൂലം അതിനകത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. യോഗത്തിൽ പങ്കെടുത്ത സഖാവ് എം.എ. ബേബി, സഖാവ് രാജാജി മാത്യു തോമസ്, സഖാവ് സി ദിവാകരൻ, ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, സഖാവ് ഭാസ്കരൻ, ഇവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കും നന്ദി പറയുന്നു.